കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് ഐക്യദാർഢ്യവുമായി തെരുവിലിറങ്ങി ആരോഗ്യപ്രവർത്തകരുടെ പ്രതിഷേധം. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഒപിയും പണിമുടക്കി. രാജ്യത്തെ ഭൂരിപക്ഷ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാർ സമരവുമായി രംഗത്തിറങ്ങിയതോടെയാണ് പുതിയ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. സുരക്ഷാ പരിശോധനയ്ക്കായുള്ള സമിതിയിലേക്ക് IMMയ്ക്ക് റെസിഡൻസി ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് നിർദ്ദേശം സമർപ്പിക്കാം. സമരം അവസാനിപ്പിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. അതേസമയം RG-കർ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നു. വനിതാ ഡോക്ടർമാർക്ക് വിശ്രമമുറിയില്ലെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നു. മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ CBI ഇന്നും തുടർന്നു. സുരക്ഷ ആവശ്യപ്പെട്ട് കൊൽക്കത്ത RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കത്തയച്ചു. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും തങ്ങളുടെ ജീവന സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഡോക്ടർമാർ കത്തെഴുതിയത്. അതേസമയം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം തുടരുകയാണ്. സംഭവ സമയത്ത് RG-കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ അന്വേഷണത്തിന്റെ ഭാഗമായി CBI ചോദ്യം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 8 മണിക്കൂറുകളോളം നീണ്ടു. തുടർന്ന് പ്രിൻസിപ്പൽ ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായി. തന്നെ അറസ്റ്റ് ചെയ്തുവെന്നുള്ള പ്രചരണം വ്യാജമാണെന്നും പ്രതിയായ സഞ്ജയ് റോയിയെ തനിക്കറിയില്ലെന്നും ശനിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിനു മുൻപ് ഡോക്ടർ സന്ദീപ് ഘോഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. RG-കർ ആശുപത്രിയിലെ നെഞ്ചുരോഗ വിഭാഗം മേധാവി ഡോക്ടർ അരുണവ ദത്ത ചൗധരി, ഡോക്ടർ സഞ്ജയ് വസിഷ്ഠ് എന്നിവരെയും CBI സംഘം ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരികയാണെന്നായിരുന്നു കേസിനെ സംബന്ധിച്ച CBI ഉദ്യോഗസ്ഥന്റെ പ്രതികരണമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.